ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് മറ്റൊരു 20 GK ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എക്സാമിൻ്റെയാണ്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാം ആയിരുന്നു. എക്സാം നടന്നത് 2018 ജൂൺ 1 നടന്ന എക്സാമാണ്. ഹെൽത്ത് സർവീസിലേക്ക് നടന്ന എക്സാമാണ്. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ലാർജസ്റ്റ് ഇൻഹാബിറ്റഡ് റിവറൈൻ ഐലൻഡ് ഇൻ ദ വേൾഡ്. ലാർജസ്റ്റ് ഇൻഹാബിറ്റഡ് റിവറൈൻ ഐലൻഡ്. റിവറൈൻ ഐലൻഡ് അതായത് നദീജന്യ ദ്വീപ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണെന്ന്. ഓപ്ഷൻ നോക്കാം. ഗോവാൽക്കോട്ട്, കബീർവാദ്, മാജുലി, ഭവാനി. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? മാജുലി. ഈ മാജുലി എന്ന ഐലൻഡ്, ഈ റിവറിൻ ഐലൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നദിയിൽ ഫോം ചെയ്യുന്ന ഐലൻഡാണ്. അത് ഏത് നദിയിലാണ് ഈ പറഞ്ഞ മാജുലി ഫോം ചെയ്തിരിക്കുന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയിൽ. ഇനി അടുത്ത ചോദ്യം, കോയിന റിവർ വാലി പ്രൊജക്ട് ഈസ് ഇൻ. കോയിന റിവർ വാലി പ്രൊജക്ട് എവിടെയാണ്? കോയിന റിവർ വാലി പ്രൊജക്ട് എവിടെയാണ്? ആൻഡ് ദാറ്റ് ഈസ് ഇൻ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, സിക്കിം, ഹിമാചൽ പ്രദേശ് എന്നിവയൊക്കെയാണ് പറയുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, സിക്കിം, ഹിമാചൽ പ്രദേശ്. ഇതിൽ മഹാരാഷ്ട്രയിലാണ് കോയിന റിവർ വാലി പ്രൊജക്ട് ഉള്ളത്. കോയിന റിവർ വാലി പ്രൊജക്ട് ഉള്ളത് എവിടെയാണ്? മഹാരാഷ്ട്ര കേട്ടോ. മഹാരാഷ്ട്രയിലാണ് കോയിന. അടുത്തത് ഗദ്പ്രഭ ബേർഡ് സാങ്ച്വറി. ഗഡപ്രഭ എന്ന് പറയും. ഗദ്പ്രഭ ബേർഡ് സാങ്ച്വറി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബെൽഗാം, ഭരത്പൂർ, ശിവപുരി, കൂർഗ്. ഇതിലെവിടെയാണ്? ബെൽഗാമിലാണ് ഗദ്പ്രഭ ബേർഡ് സാങ്ച്വറി ഉള്ളത്. ദ ഷേപ്പ് ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റോ. ഡെക്കാൻ പീഠഭൂമിയുടെ ഷേപ്പ് എന്താണ്? ട്രയാങ്കുലർ, റെക്ടാങ്കുലർ, സ്ക്വയർ, ഹെക്സഗണൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഷേപ്പ് വരുന്നത്? ഷേപ്പ് ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റോ അതേതാണ് ഷേപ്പ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ട്രയാങ്കുലർ ഷേപ്പാണ് ഡെക്കാൻ പ്ലേറ്റോയ്ക്ക് വരുന്നത്. ട്രയാങ്കുലർ ഷേപ്പാണ് വരുന്നത്. അടുത്തത്, ദ ഹീറോ ഇൻ ദ സാൻസ്ക്രിറ്റ് ഡ്രാമ മുദ്ര രാക്ഷസ ഓഫ് വിശാഖദത്ത. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് വിശാഖദത്തന്റെ നാടകമാണ് ഏത്? മുദ്ര രാക്ഷസ എന്ന് പറഞ്ഞ മുദ്രരാക്ഷസൻ. അപ്പൊ ഇതും ചോദിച്ചിട്ടുണ്ട്. മുദ്രരാക്ഷസ എന്ന് പറയുന്നത് ആരുടെ നാടകമാണ്? ആരുടെ സംസ്കൃത് നാടകമാണ്? വിശാഖദത്തന്റെ ആണ്. അപ്പൊ അതിന്റെ ഹീറോയുടെ പേരെന്താണ്? ചാണക്യ. മുദ്രരാക്ഷസൻ എന്ന് പറയുന്നത് ചാണക്യനാണ് അതിന്റെ നായകൻ. ചാണക്യൻ. The adopted son of Peshwa Bajirao II was fought in the revolt of 1857. 1857 വിപ്ലവത്തിൽ മത്സരിച്ചാൽ അതിൽ പോരാടിയ സമരം ചെയ്ത ആരാണ്? പേഷ്വ ബാജിറാവു രണ്ടാമന്റെ അഡോപ്റ്റഡ് സൺ എന്ന് പറയുന്നത്. അത് നാനാ സാഹിബാണ്. നാനാ സാഹിബ്. ഹി വാസ് ദ അഡോപ്റ്റഡ് സൺ ഓഫ് പേഷ്വ ബാജിറാവു രണ്ടാമൻ. അപ്പൊ ഈ നാനാ സാഹിബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ആരും കൂടി ഉണ്ടായിരുന്നു? താന്തിയ തോപ്പി. ഓക്കെ, താന്തിയ തോപ്പിയാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അടുത്തത്, റാം മുഹമ്മദ് സിംഗ് ആസാദ് ഈസ് ഫേമസ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ആസ്. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഓക്കെ, ചന്ദ്രശേഖർ ആസാദ്, ഖുദിറാം ബോസ്, ഉദ്ധം സിംഗ്, മുഹമ്മദ് ഇക്ബാൽ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉദ്ധം സിംഗ് എന്നാണ് റാം മുഹമ്മദ് സിംഗ് ആസാദ് അറിയപ്പെടുന്നത്. അടുത്തത്, തണ്ണീർമുക്കം ബണ്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. എവിടെയാണ് തണ്ണീർമുക്കം ബണ്ട് ഉള്ളത്? തണ്ണീർമുക്കം ബണ്ട് ഉള്ളത് വേമ്പനാട്ട് ലേക്കിലാണ്. ഓപ്ഷൻ ഡി ആണ്. വേമ്പനാട്ട് ലേക്കിലാണ് തണ്ണീർമുക്കം ബണ്ടുള്ളത്. ദ റിവർ ഫ്ലോയിങ് ത്രൂ ദ സൈലന്റ് വാലി ഏരിയ. സൈലന്റ് വാലിയുടെ ഫ്ലോ ചെയ്യുന്ന റിവർ, അതിന്റെ പേരെന്താണ്? ദ റിവർ ഫ്ലോയിങ് ത്രൂ ദ സൈലന്റ് വാലി ഏരിയ
ഏതാണ് വരുന്നത്? സൈലന്റ് വാലിയുടെ ഒഴുകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചാലക്കുടി, പറമ്പിക്കുളം, മുതിര, കുന്തിപ്പുഴ എന്നൊക്കെയാണ്. ഏതാണ്? കുന്തിപ്പുഴയാണ് ദ റിവർ ഫ്ലോയിങ് ത്രൂ ദ സൈലന്റ് വാലി. ദ ഓൺലി പ്ലേറ്റോ ഇൻ കേരള. കേരളത്തിലെ ഒരേ ഒരു പീഠഭൂമി അതെവിടെയാണ് വരുന്നത്? അതിൻ്റെ ആൻസർ വയനാടാണ്. ദ ഓൺലി പ്ലേറ്റോ ഇൻ കേരള ആൻഡ് ദാറ്റ് ഈസ് വയനാട്. The first Vice Chancellor of the University of Travancore. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂറിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയത് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, സർ സി പി രാമസ്വാമി അയ്യർ, PGN ഉണ്ണിത്താൻ, ഡോക്ടർ ജോൺ മത്തായി. ഇതിലാരാണ്? ഇതിൽ സർ സി പി രാമസ്വാമി അയ്യർ അദ്ദേഹമായിരുന്നു ദ ഫസ്റ്റ് വൈസ് ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ. അടുത്തത് ദ പേഴ്സൺ ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ അദ്വൈത ആശ്രമം അറ്റ് ആലുവ. ദ പേഴ്സൺ ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ അദ്വൈത ആശ്രമം അറ്റ് ആലുവ. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു. അടുത്തത് നെയിം ദ സോഷ്യൽ റിഫോമർ ഹു ബിക്കെയിം മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ. നെയിം ദ സോഷ്യൽ റിഫോമർ ഹു ബിക്കെയിം ദ മെമ്പർ ഓഫ് അടുത്ത ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ഈസ് ഇൻ കണക്ഷൻ വിത്ത് ഏതാണ്? ഓപ്ഷൻ എ ഈഴവ മെമ്മോറിയലാണ് കേട്ടോ. ഈഴവ മെമ്മോറിയൽ. നെയിം ദ സോഷ്യൽ റിഫോമർ ഹു ബിക്കെയിം ദ മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ഏത്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. അടുത്ത ടോംബ് ഓഫ് കുര്യാക്കോസ് ഏലിയാസ് ചവറ ഈ സിറ്റുവേറ്റഡ് അറ്റ്. ടോംബ് ഓഫ് കുര്യാക്കോസ് ഏലിയാസ് ചവറ അദ്ദേഹത്തിന്റെ ടോംബ് എവിടെയാണ്? മാന്നാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിക്കോളാസ് മദുറോ became the president of which one? Venezuela. Okay. അടുത്ത ചോദ്യം ദ ഫൗണ്ടർ ഡയറക്ടർ ഓഫ് CSIR Center for Cellular Molecular Biology. Okay. The founder director of CSIR Center for Cellular Molecular Biology ആരാണ് വരുന്നത്? PM ഭാർഗവയായിരുന്നു കേട്ടോ. അടുത്ത വിച്ച് കൺട്രി വൺ ദ ICC വുമൻസ് കപ്പ് ഫൈനൽ 2017? 2017 വേൾഡ് കപ്പിൽ ICC വിമൻ വേൾഡ് കപ്പിനകത്ത് മത്സരം വയ്ക്കുകയുണ്ടായി. അതിൽ വന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് പിന്നീട് വന്നത്. വിച്ച് കൺട്രി വൺ ദ ICC വുമൻസ് വേൾഡ് കപ്പ്? അപ്പോൾ ഓർത്ത് വയ്ക്കുക, വുമൻ വേൾഡ് കപ്പാണെന്ന് ഓർക്കുക. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2016 വാസ് റിസീവ്ഡ് ബൈ. 2016 ചോദിച്ചിരിക്കുകയാണ്. കാരണം ഇത് 2018 പറഞ്ഞ ജൂണിലായിരുന്നു ഈ ഒരു എക്സാം നടന്നത്. അപ്പോൾ ആ സമയത്ത് ചോദിച്ചിരിക്കുന്ന ഏതാണെന്ന് നോക്കൂ. 16 ചോദിച്ചിട്ടുണ്ട്. കെ വിശ്വനാഥനാണത് ലഭിച്ചിരിക്കുന്നത്. റെസിപ്പിയന്റ് ഓഫ് ദ എഴുത്തച്ഛൻ അവാർഡിൻ്റെ റെസിപ്പിയന്റ് 2016 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഓക്കെ, അത് വരുന്നത് ആർക്കാണ്? സി രാധാകൃഷ്ണനാണ് 2016 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ അവാർഡ്സും അതെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? എല്ലാ വർഷവും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. കിട്ടുന്ന ആളുകളുടെ പേര് മാത്രം മാറിപ്പോകാതെ പഠിക്കണം. അപ്പോൾ മാറിപ്പോകാതെ പഠിക്കണമെങ്കിൽ പല കോഡുകളൊക്കെ ഉപയോഗിക്കാം.
അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്, ഇതിലൊക്കെ എങ്ങനെ കോഡ് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ റെസിപ്പിയൻ്റ് ഓഫ് ദ എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത് എന്താണ്, ആരാണ് വരുന്നത്? സി രാധാകൃഷ്ണനാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു കോഴ്സ് ഇഷ്ടമായെങ്കിൽ, ഈ ഒരു ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.